നമ്മൾ ഈ റിട്ടയർഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. നമ്മൾ ലൈഫിൽ നിന്ന് ആരും റിട്ടയർഡ് ആവുന്നില്ല. ലൈഫിൽ നമുക്ക് എങ്ങനെ റിട്ടയർഡ് ആവാൻ പറ്റാം? നമ്മുടെ ജോബിൽ നിന്ന് റിട്ടയർഡ് ആവുന്നത്. ആസ് എ ഡോക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് കുറച്ച് ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. അപ്പോൾ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ കാണുന്ന മെയിൻ പ്രോബ്ലം അവരുടെ ജോബിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ അവർ ലൈഫിൽ നിന്ന് ഒരു റിട്ടയർഡ് ലൈഫ് എന്നുള്ളൊരു ഇതിലേക്കാണ് പോകും. ഒരു കാലത്ത് നമ്മൾ ലൈഫിൽ നിന്ന് റിട്ടയർ ചെയ്യും. ലൈഫിൽ നിന്ന് റിട്ടയർ എന്ന് പറഞ്ഞാൽ ഡെത്താണ്, മരണമാണ്. അപ്പോൾ നമ്മുടെ ജോബ് മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. അതായത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോബ് നമ്മൾ വേറൊരു ജോബിലേക്ക് പോകുന്നു. ചിലപ്പോൾ അതിന് റെമ്യൂണറേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് റവന്യൂ കിട്ടാത്തൊരു ജോബായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജോബിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സംഭവം, നമ്മളൊരു പർപ്പസ് ഓഫ് ലൈഫ് നമുക്ക് കണ്ടുപിടിക്കണം. അതൊന്നുകിൽ വീട്ടിലെ ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകളും എക്സ്പ്ലോർ ചെയ്യുന്നതും ആവാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് അത് വേറെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ട്യൂട്ടർ ആവാം, അല്ലെങ്കിൽ മെൻഡർ ആവാം. നമ്മൾ മിക്കവാറും നമ്മുടെ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ട് റിട്ടയർ ആവുന്നുണ്ടാവാം. അപ്പോൾ അത് മെൻഡർ ചെയ്യാം, ആ ഫീൽഡിലുള്ള ആളുകളെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ മെൻഡർ ചെയ്യാം, അവർക്ക് ട്യൂഷൻ എടുക്കാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങളുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രായമാവും, നമ്മുടെ ഓൾഡ് ഏജ് ആവും, നമ്മുടെ ഹെൽത്ത് കുറഞ്ഞു വരും. അത് നമ്മളെ സെഡൻറ്ററി ലൈഫിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ലൈഫിൽ നിന്ന് ഒരിക്കലും നമ്മൾ റിട്ടയർ ചെയ്യുന്നില്ല, നമ്മുടെ ജോബിൽ നിന്ന് മാത്രമേ റിട്ടയർ ചെയ്യുന്നുള്ളൂ.